ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ലഞ്ച് കണ്ടല്ലോ. പെട്ടെന്ന് വർക്കിൻ്റെ ഇടയിൽ വന്നിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കാരണം ടൈം ഉണ്ടാവില്ല, ചില ദിവസങ്ങളൊക്കെ നല്ല തിരക്കാവും വർക്ക്. അങ്ങനെ ബ്രിഞ്ചാൾ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഇട്ട മസാല ലൈറ്റായിട്ട് മസാല ചേർക്കാറുള്ളൂ കേട്ടോ ബ്രിഞ്ചാളിൽ. മോര് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ച് അതിലേക്ക് മോരല്ല തൈരാണ് ചേർക്കുന്നത്, മിൽമൻ്റെ. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇടണേ. അതിൻ്റെ മുന്നേ ഞാൻ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു വെളുത്തുള്ളി പിന്നെ ജീരകം ഇട്ട് അതൊന്ന് നല്ലോണം പേസ്റ്റ് പോലെ അരിച്ചെടുക്കുക. എന്നിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞത് ആദ്യം ഒന്ന് മൂപ്പിച്ചിട്ട് അതിക്ക് കടുകും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച കൂട്ടായിക്ക് ചേർക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ആദ്യം എണ്ണയൊക്കെ ഇടണമായിരുന്നു, അത് ഞാൻ മറന്നതും കൊണ്ട് ഞാൻ പിന്നെ എണ്ണയിൽ കടുകും മഞ്ഞൾപ്പൊടി ഒന്ന് മൂപ്പിച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലഞ്ച് പ്രിപ്പറേഷൻ്റെ ഇടയിൽ ഞാൻ വർക്കിൻ്റെ ഇത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്ന് വിട്ടു പോവുകയാണ് ലഞ്ചിൻ്റെ കാര്യത്തിൽ. അങ്ങനെ അത് താളിച്ച് വെച്ചതിന് ശേഷം ബ്രിഞ്ചാൾ ഫ്രൈക്ക് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ. ബ്രിഞ്ചാളും കൂടെ ഇട്ടപ്പോൾ എനിക്ക് തോന്നി 2 പപ്പടം കൂടെ കാച്ചിയാൽ എന്താ, മോര് കറിക്ക് പപ്പടം ഉണ്ടാവുന്നത് ഒരു രസമല്ലേ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ മോര് കറിക്ക് പപ്പടം. 2 പപ്പടം കൂടെ കാച്ചി. അപ്പം നമ്മൾ ലഞ്ച് ഇന്നത്തെ റെഡിയായി. സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. മോര് കറി, ചോറ്, ബ്രിഞ്ചാൾ ഫ്രൈ ആൻഡ് പപ്പടം. ഒരു ചിക്കൻ പൊരിച്ചതും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു. അതിനുള്ള നേരം കിട്ടിയില്ല. എല്ലാം കൂടെ സെറ്റാക്കി വന്നപ്പോഴത്തേന് ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. അപ്പം നമുക്ക് സിമ്പിളായിട്ടുള്ള ലഞ്ച് കഴിച്ചാലോ.